കാഹളം മുഴങ്ങിയതോടെ മണ്ഡലങ്ങളിൽ പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് മുന്നണികൾ. പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരമാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഒന്നിനൊന്ന് മികച്ച സ്ഥാനാർത്ഥികളെയാണ് മുന്നണികൾ ഇത്തവണ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറക്കിയിരിക്കുന്നത്. ഇതിലെടുത്തു പറയേണ്ടത് കോൺഗ്രസിനെ കുറിച്ചാണ്. തുടക്കത്തിൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാൻ UDF വൈകിയപ്പോൾ പാർട്ടിക്കുള്ളിൽ ഭിന്നതയെന്നാണ് മറ്റു മുന്നണികൾ ആരോപിച്ചിരുന്നത്, അല്ല പ്രചരിപ്പിച്ചിരുന്നത്. പല നേതാക്കൾക്കും മത്സരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും MP-മാർ മത്സരിക്കണ്ട എന്നായിരുന്നു ഹൈക്കമാൻഡിന്റെ തീരുമാനം. പിന്നീട് പാർട്ടിയുടെ തീരുമാനത്തിനൊപ്പം അവരും നിന്നതോടെ മറ്റു മുന്നണികളെക്കാൾ മുൻപ് തന്നെ യോഗ്യതയും വിജയസാധ്യതയുമുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനും സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാനും UDF-ന് സാധിച്ചിരുന്നു. UDF-ന്റെ സ്ഥാനാർത്ഥി പട്ടിക നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്: ഓരോ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ ഒന്നിനൊന്ന് മികച്ചതാണ്. മാത്രമല്ല, ഈ ജനകീയ പോരാട്ട മാമാങ്കത്തിൽ UDF സ്ഥാനാർത്ഥി പട്ടികയിലെ വനിതകളുടെ കാര്യം എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരും അവകാശ സമരങ്ങൾ നയിച്ചവരുമാണ് UDF-ന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയ വനിതകൾ. പ്രമുഖ നേതാക്കളും യുവ പ്രതിഭകളും ഉൾപ്പെടുന്ന ഈ പട്ടികയിൽ CPM വിട്ടെത്തിയ ഐഷ പോറ്റി ഉൾപ്പെടെ 9 വനിതകളാണ് ജനവിധി തെളിഞ്ഞത്. ഇക്കൂട്ടത്തിൽ ഏറെ പരിചിതയായ ഒരു മുഖമുണ്ട്: രമ്യ ഹരിദാസ്. തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന രമ്യ ഹരിദാസ് ഇതിനകം തന്നെ മണ്ഡലത്തിൽ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്തേക്ക് കടന്നുവന്ന രമ്യ ഹരിദാസ് രാഹുൽ ഗാന്ധി നടത്തിയ ടാലന്റ് ഹണ്ടിലൂടെയാണ് ദേശീയ ശ്രദ്ധ ആകർഷിച്ചത്. സാധാരണ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് പാർലമെന്റ് അംഗം വരെയായി ഉയർന്ന രമ്യയുടെ ജീവിതയാത്ര പലർക്കും വലിയൊരു പ്രചോദനമാണ്. കോഴിക്കോട്ടെ ഒരു സാധാരണ ഗ്രാമത്തിൽ പിന്നോക്ക വിഭാഗത്തിൽ ജനിച്ച KSU കാലഘട്ടം മുതൽ സജീവ രാഷ്ട്രീയത്തിൽ ഇടപെട്ടാണ് രമ്യ ഹരിദാസ് പൊതുരംഗത്ത് ശ്രദ്ധേയയായത്. കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിൽ നിന്ന് നേരിട്ട് ലോക്സഭയിലേക്ക് എത്തിയ രമ്യയുടെ വളർച്ച കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിരുന്നു. KSU കാലഘട്ടം മുതൽ തന്നെ പിന്തുണച്ച നേതാക്കളോടും സഹപ്രവർത്തകരോടും തന്നെ ചേർത്ത് നിർത്തിയ ജനങ്ങളോടും താൻ എന്നും കടപ്പെട്ടിരിക്കുന്നുവെന്നാണ് രമ്യ ഹരിദാസ് പറയുന്നത്. ആലത്തൂർ മുൻ MP, ദേശീയ യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി, ജനറൽ സെക്രട്ടറി തുടങ്ങിയ പദവികൾ നേരത്തെ വഹിച്ചിട്ടുള്ള രമ്യ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അച്ചടക്ക സമിതി അംഗം കൂടിയാണ്. പ്രസംഗങ്ങൾക്കിടയിൽ നാടൻ പാട്ടുകൾ പാടി വോട്ടർമാരുടെ മനസ്സ് കീഴടക്കുന്ന രമ്യയുടെ ശൈലി ഏറെ ജനപ്രിയമാണ്. ആലത്തൂരിന്റെ പെങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന രമ്യ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കിടയിലും തന്റെ ലാളിത്യം കാത്തു സൂക്ഷിക്കാൻ മറക്കാറില്ല. ഒരു മികച്ച സംഘാടക എന്ന നിലയിലും ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന നേതാവ് എന്ന നിലയിലും രമ്യ ഹരിദാസ് ഇന്നും സജീവമായി രംഗത്തുണ്ട്. ചിറയൻകീഴ് മണ്ഡലത്തിൽ താൻ ഒരു നിമിത്തം മാത്രമാണെന്നും പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ് നിർവഹിക്കുന്നതെന്നുമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെയുള്ള രമ്യ ഹരിദാസിന്റെ പ്രതികരണം. വലിയ രാഷ്ട്രീയ മുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അത് മണ്ഡലങ്ങളിലല്ല, പൊതുവായിട്ടാണ്. മനോജ് ഇടമലയാണ് ചിറയൻകീഴിലെ LDF സ്ഥാനാർത്ഥി. 2011 രൂപീകരിച്ചതു മുതൽ ചിറയൻകീഴ് ഇടതുപക്ഷത്തിനൊപ്പമാണ്. 10 വർഷമായി V ശശിയായിരുന്നു MLA. 2021 14,017 വോട്ട് ഭൂരിപക്ഷത്തിലായിരുന്നു V ശശിയുടെ ജയം. ഈ ചരിത്രം തിരുത്തി ഇടതുകോട്ട പിടിച്ചെടുക്കാൻ ലക്ഷ്യമിട്ടാണ് UDF രമ്യ ഹരിദാസിനെ തന്നെ രംഗത്തിറക്കിയിരിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലും ഇടത് സൈബർ ഹാൻഡിലുകളുടെയും വ്യക്തിപരമായ ആക്രമണങ്ങൾക്ക് പലപ്പോഴും ഇരയാകേണ്ടി വന്നിട്ടുണ്ട് രമ്യ ഹരിദാസിന്. അപ്പോഴും അതിനെതിരെ ശക്തമായി പ്രതികരിച്ച് മുന്നോട്ടു പോകുന്ന രമ്യ ഹരിദാസിനെയാണ് കേരളം കണ്ടത്. CPM-ന്റെ നേതാക്കൾ മുതൽ താഴെ തട്ടിലുള്ള അണികൾ വരെ രമ്യ ഹരിദാസ് എന്ന വ്യക്തിക്കെതിരെ ഔദ്യോഗിക പ്രഖ്യാപനം വരും മുന്നേ തന്നെ വ്യാജ പ്രചാരണം നടത്തിയിരുന്നു. അത് അവർ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ചിറയൻകീഴിലെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ആയതുകൊണ്ട് തന്നെയാണെന്നതാണ് സത്യം. ഇന്ത്യയുടെ ചരിത്രത്തിൽ കേരളത്തിൽ നിന്നും ഒരു ദളിത് പെൺകുട്ടിയെ പാർലമെന്റിൽ എത്തിക്കാൻ ഇതുവരെ CPM-ന് കഴിഞ്ഞിട്ടില്ല. ഒരു ദളിത് പെൺകുട്ടി ഇടതുപക്ഷത്തിന്റെ കോട്ടകളെ പൊളിച്ച് 30 വയസ്സിൽ താഴെ പ്രായമുള്ളപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാകുന്നു എന്ന ബയോഡേറ്റയും CPM ചെറുതായൊന്നുമല്ല ഭയക്കുന്നത്. ചെറിയ പ്രായത്തിലെ KSU-വിലും യൂത്ത് കോൺഗ്രസിലും സംസ്ഥാന ഭാരവാഹിയായി കേരളത്തിലുടനീളം സഞ്ചരിച്ച പരിചയമുള്ള അവർക്ക് ജനത്തിനെ കയ്യിലെടുക്കാൻ കഴിയുമെന്ന് മറ്റു മുന്നണികൾക്കും അറിയാം. പാർലമെന്റ് അംഗമായിരിക്കെ രമ്യ നടത്തിയ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടതാണ്. ഇടതുപക്ഷം ശക്തമായ മണ്ഡലങ്ങളിൽ മത്സരിച്ച് വിജയിച്ച ചരിത്രം കൂടിയുണ്ട് രമ്യയ്ക്ക്. UDF ശക്തമല്ലാത്ത ആലത്തൂർ മണ്ഡലത്തിൽ പോലും ശ്രദ്ധേയമായ മുന്നേറ്റം കൈവരിച്ചതും മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തന്നാൽ കഴിയുന്ന വിധം പ്രവർത്തിക്കാനും രമ്യ ഹരിദാസിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രമ്യ ഹരിദാസിനെ പോലെ ഒരു മികച്ച ജനകീയ പ്രവർത്തകയിലൂടെ ഇടതുകോട്ടയായി ചിറയൻകീഴ് തിരിച്ചുപിടിക്കാമെന്ന വിശ്വാസത്തിലാണ് ടീം UDF. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുതേ.